ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, മോയ്സ്റ്റ് ആയിട്ടുള്ള, അതുപോലെ റിച്ച് ബട്ടർ ഫ്ലേവറുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർക്കുകയാണ്. ഇതൊരു 150 ml ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്നും ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെക്കുകയാണ്. അതിന് പകരമായിട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. നെക്സ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലോട്ട് ചേർക്കാം. ഇനി ഇതിൽ നമുക്ക് ഒരു 3-4 തവണ ഒന്ന് സീവ് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ആവുന്നത് വരെ. നമ്മൾ മൈദ മാറ്റി അതിന് പകരം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ലൊരു ലൈറ്റ് ആവാനും സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്ന് തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിലോട്ട് ഒരു 130 ഗ്രാം ബട്ടർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പും അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്തായിരിക്കും ഇത്. ബട്ടർ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഒട്ടും തണുപ്പില്ലാതെ റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിതിലേക്ക് മുട്ട ചേർക്കുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ പിരിഞ്ഞു പോവുകയും നമ്മുടെ കേക്ക് നന്നാവാതിരിക്കുകയും ചെയ്യും. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും, നമ്മൾ കേക്കിന് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളിതൊന്ന് ഈ ഒരു ബട്ടറിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഈ ഒരു ബട്ടർ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഒരു ജസ്റ്റ് 30 സെക്കൻഡ്സ് മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുകയാണ്. 100 ml ആണിത്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇത് ഈ ഒരു കളറിൽ നിന്ന് മാറി ഒരു യെല്ലോ കളറൊക്കെ പോയി ഒരു വൈറ്റ് കളറാവുന്നത് വരെ, നമുക്കൊരു വെളുത്ത കളറായി അത്രയും ലൈറ്റായിട്ട് നമ്മളൊരു സ്റ്റിഫ് പീക്സ് ഫോം ചെയ്യുന്നത് വരെ നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ഒരു സ്പാച്ചുല വെച്ച് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആ ഒരു എഡ്ജ് ഭാഗത്ത് ആ ബട്ടർ പാക്കിയായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം. ഇത് ഏകദേശം ഒരു 6 to 8 മിനിറ്റ് ആവും ഈ ഒരു വൈറ്റ് കളറായിട്ട് നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാം, നല്ല സ്റ്റിഫായിട്ടുള്ള പീക്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എഗ്ഗാണ്. ഓരോ മുട്ട വെച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വളരെയേറെ ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് തന്നെ ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ പിരിഞ്ഞു പോകും. അപ്പോൾ ഒരു മുട്ട ചേർത്തതിന് ശേഷം ഇതിനെ വളരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് ശേഷം മാത്രമേ നമ്മൾ രണ്ടാമത്തെ മുട്ട ചേർക്കാൻ പാടുള്ളൂ. ഒരു സമയം തന്നെ ഒരുപാട് മുട്ടയും ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ എഗ്ഗ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഫസ്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ പകുതി വെച്ച് ചേർത്ത് കൊടുക്കാം. 2 മുട്ടയും മുഴുവനായിട്ട് ഈ ഒരു മിക്സിലോട്ട് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ബീറ്റ് ചെയ്യണം. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഏറ്റവും ലോയിലിട്ടിട്ട് വേണം നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആവില്ല, ഓവൻ മിക്സ് ആയിപ്പോവും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 4-5 ബാച്ചസ് ആയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. വളരെ ലോയിലിട്ട് ചെയ്യാം. ഇത് നമ്മൾ ബീറ്റർ ഉപയോഗിക്കാതെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ സ്പാച്ചുല വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്, ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിൽ വളരെ കുറച്ച് പൊടി മാത്രമേ ഇതിന് ബാക്കിയുള്ളൂ ചേർക്കാനായിട്ട്, അത് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന് വേണ്ട ഫ്ലേവറിങ് ആയിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തു. ഇനി ഇതിനെ ലോ സ്പീഡിൽ തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ബാക്കിയുള്ളത് സ്പാച്ചുല വെച്ച് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബീറ്ററിന് മുകളിലുള്ള ബാറ്ററൊക്കെ നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് സ്പാച്ചുല വെച്ച് ഫോൾഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 2-3 തവണ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കാം. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ബാറ്റർ എത്ര നല്ലതായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്കിതിലേക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെയുള്ള ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കേണ്ടത്. ഇത് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് നമുക്കിതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫോൾഡിങ്ങും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ടിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി അതിൽ കുറച്ച് ബട്ടർ തടവി കൊടുത്തു. അതിന് താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇതിൻ്റെ മുകളിൽ മൈദ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ബട്ടർ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കേക്ക് ബാറ്റർ ഇതിലോട്ട് മാറ്റി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യാം, വലിയ എയർ ബബിൾ മാറാനായിട്ട്. ഇതൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതിനെ ബേക്ക് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്ത് കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം 26 മിനിറ്റ് ആകുമ്പോഴേക്കും എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കി. ടൂത്ത് പിക്ക് നല്ല ക്ലീനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ 1-2 പ്രാവശ്യം ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായി നല്ല ക്രംപ്ലി ആയി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഒരു 5 മിനിറ്റ് നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു വരക്കിലോട്ട് മാറ്റി അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, നല്ല ഏറിയ ആയിട്ടുള്ള അടിപൊളി കേക്ക് റെഡിയായി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.